വാഷിങ്ടണിൽ ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് കൂടി ഉണ്ട്. 3 ദിവസമായിട്ട് ഒരു 320 പേര് ഒന്നിച്ചുകൂടി ഇവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചത് USA വേണ്ടി, വാഷിങ്ടണിലായതുകൊണ്ട് വാഷിങ്ടൺ അതിരൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചത് USA നടക്കാൻ പോകുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സിന് പോലും വേണ്ടി ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പോൾ 2 സൈഡിലും ആരെ കാൻഡിഡേറ്റ് ആക്കണമെന്നുള്ളതിനെപ്പറ്റി ശക്തമായ തർക്കമുണ്ട്. ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവഭക്തിയും ദൈവഭയവുമുള്ള ഒരു നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി, അതായത് നമ്മുടെ വിശ്വാസത്തെ, കത്തോലിക്ക പഠനങ്ങളെ ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ള കാൻഡിഡേറ്റ്സ് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ജെറിക്കോ പ്രാർത്ഥന നടത്തി 7 റൗണ്ടുകൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ശക്തമായിട്ടുള്ള സന്ദേശങ്ങളുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയും എഴുന്നള്ളിച്ചാണ് ഞങ്ങൾ ജെറിക്കോ പ്രാർത്ഥന നടത്തിയത്. ഇവിടെ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് പല രൂപതകളിലായിട്ട് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ജെറിക്കോ പ്രാർത്ഥന നടത്തുകയും ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ കാലിഫോർണിയയിൽ ഫ്രെസ്നോ എന്ന സ്ഥലത്തും, അതിനുശേഷം ന്യൂജേഴ്സിയിൽ ട്രെൻറ്റൺ എന്ന സ്ഥലത്തും, മേരിലാൻഡിൽ ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്തും ഒക്കെ നടത്തി. അതിനുശേഷമാണ് ഞങ്ങൾ വാഷിങ്ടണിൽ വന്ന് ഇവിടെ പ്രാർത്ഥന നടത്തിയത്. വീണ്ടും പെൻസിൽവാനിയയിൽ ഹാരിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. വീണ്ടും മിസോറി, പിന്നെ കൻസാസ്, ഈ സ്ഥലങ്ങളിലും ഇതുപോലെ പ്രാർത്ഥനയും ജെറിക്കോ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. അമേരിക്കയുടെ തന്നെ ഭാഗമെന്ന് പറയാം പോർട്ടോറിക്കോ, അവിടെ ഇതുപോലെ തന്നെ പല രൂപതകളിലായിട്ട് പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. USA വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം USA ശരിക്കും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാനായിട്ട് ഈ രാജ്യത്തിൻ്റെ ഒരു ആത്മീയ നവീകരണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു റിവൈവലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്.